ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഞാൻ റാൻഡായിട്ടൊരു സീരീസ് കണ്ടു, ദി പിറ്റ്. റാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ റാൻഡായിട്ട് ഞാനൊരു കാഷ്വൽ വാച്ച് എന്ന രീതിയിൽ വെറുതെ വെച്ചതാണ്. വേറെ എന്തോ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കണ്ടു. അങ്ങനെ ഒന്ന് വെറുതെ കണ്ടു നോക്കാമെന്ന് പറഞ്ഞ് ഒരു എപ്പിസോഡ് കണ്ടു നോക്കാമെന്ന് പറഞ്ഞ് വെച്ചതാണ്. പക്ഷേ ടു ബി ഹോണസ്റ്റ് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഒരു പക്ഷേ ഇത്രത്തോളം ഈ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എൻ്റെ ഒരു സീരീസ് കരിയറിൽ ഒരു 300 സീരീസിന് മുകളിൽ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ദി പിറ്റ്. ഞാനിത് എങ്ങനെ മിസ്സായിന്ന് എനിക്കറിയില്ല. ഞാനിത് കണ്ടു കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ വർഷത്തെ എമ്മി അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇതിനാണ്. ദി ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്രാമ സീരീസ് എന്ന് പറഞ്ഞ് കിടിലം സാധനം പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റം. ഇതെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് സീരീസാണ്. വെറുതെ ഒരു സീരീസ് എന്ന രീതിയിലല്ല. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ആശുപത്രിയില്ല, നമ്മളെല്ലാവരും കാണുന്ന നോർമൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിനകത്തൊരു ട്രോമ കെയർ അല്ലെങ്കിൽ ഒരു എമർജൻസി വാർഡ് നമ്മൾ പറയില്ലേ, അവിടെ എന്താ നടക്കണമെന്നാണ് ഈ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ബെയർ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഈ ബെയറിൽ നമുക്ക് ആക്ച്വലി ഗംഭീര സീരീസാണ്. അതിൽ ആക്ച്വലി കാണിച്ചു തരുന്നത് നമുക്ക് ഒരു കിച്ചണകത്ത് എന്തായിരിക്കും നടക്കുക എന്നുള്ളത്. ഭയങ്കര തിരക്ക് പിടിച്ചൊരു കിച്ചണകത്ത് എന്താ നടക്കുന്നതായിരിക്കും നമുക്ക് ബെയറിൽ കാണിച്ചു തരിക. അതേപോലെ ഒരു തിരക്ക് പിടിച്ച ഒരു എമർജൻസി ട്രോമ കെയറിനകത്ത് എന്താ നടക്കുക എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നാണ് നമുക്കിതിൽ കാണിച്ചു തരിക. 15 എപ്പിസോഡുകളാണ്. 15 എപ്പിസോഡിലും ഒരു ദിവസത്തെ അവരുടെ ഒറ്റ ഡേ ഷിഫ്റ്റാണ് നമുക്ക് കാണിച്ചു തരിക. രാവിലെ 7 മണിക്ക് കയറിയിട്ട് രാത്രി 9 മണിക്ക് ഈ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സും അവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സസും ബാക്കി എല്ലാവരും തന്നെ അവരുടെ ഡേ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവർ 15 മണിക്കൂറാണ് നമുക്ക് ഈ 15 എപ്പിസോഡായിട്ട് കാണിച്ചു തരിക. അതായത് രാവിലെ ഷിഫ്റ്റ് തുടങ്ങി 7 to 8 1 മണിക്കൂർ ഒരു എപ്പിസോഡ്, 8 to 9 അടുത്ത എപ്പിസോഡ്. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല, നല്ല കണ്ടിന്യൂറ്റി വെച്ച് നമ്മൾ അതിനകത്തായിരിക്കും. ആൻഡ് ഫൺ പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ്. ഞാനിത് ബിഞ്ച് വാച്ച് ചെയ്തിട്ടാണ് ഈ കണ്ടത്. അപ്പോൾ അറൗണ്ട് ഒരു 8 to 9 ആ സമയത്തൊന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഡേ ഫുള്ള് ഇത് കാണാൻ പറ്റും. ഇതിൽ തന്നെ ആയിരുന്നു, മനസ്സിലായി. ആ രീതിക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ ഈ രീതിയിലാണ് സജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടു, അടുത്തത് 2 മാസം കണ്ടു കഴിഞ്ഞു, അങ്ങനെയല്ല. ഇത് കാണുകയാണെങ്കിൽ ബിഞ്ച് വാച്ച് ചെയ്ത് തന്നെ കാണും. ബിഞ്ച് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, കാരണം നമുക്ക് അടുത്തെന്താ നടക്കാൻ പോകും, നമ്മൾ എക്സൈറ്റഡ് ആയി പോകും. ഡോക്ടേഴ്സ് എങ്ങനെയാണോ പേഷ്യൻസിനോട് ഇൻവോൾവ് ആവുക, ഇപ്പോൾ റൗണ്ട്സും വാർഡ് റൗണ്ടൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസും അല്ലാത്ത പേഷ്യൻസും ഔട്ട് പേഷ്യൻസും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം കാണണം. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പേഷ്യൻസിനെ പരിചയം. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടേ നമ്മൾ കുറേ ക്യാരക്ടേഴ്സിനെ കാണും. ആ ക്യാരക്ടേഴ്സിന് അടുത്ത് എന്ത് പറ്റി, അടുത്ത് എന്ത് ട്രീറ്റ്മെൻറ്റാണ് അവർക്ക് കൊടുക്കേണ്ടത്, അവർക്ക് എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ അവരുടെ കേസ് വേഴ്സൺ ആയോ കുറഞ്ഞോ, അവരെ ഡിസ്ചാർജ് ചെയ്യാറായോ എന്നൊക്കെ നമ്മൾ ആക്ച്വലി തോട്ട് ചെയ്ത് പോകും. നമ്മൾ ആക്ച്വലി അവരോട് ഒരു കോൺഷ്യസ് ആയി പോകും അവർക്ക് എന്ത് പറ്റി എന്നുള്ളതെ കുറിച്ച്. ഈ രീതിയിൽ ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത്ര ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി ഈ പിറ്റ് എന്ന് പറഞ്ഞ സീരീസ്. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ലീഡ് ഡോക്ടർ ഉണ്ട്, റോബി എന്ന് പറഞ്ഞ ഡോക്ടർ. ആളുടെ അണ്ടറിലാണ് ബാക്കി എല്ലാവരും വർക്ക് ചെയ്യുക. ആൾക്ക് തന്നെ പേഴ്സണലായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ കോവിഡ് അല്ലെങ്കിൽ ഒരു പ്രീ കോവിഡ് അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സമയത്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാം. സോ അവർ കോവിഡ് ടൈമിൽ അഫക്റ്റ് ചെയ്ത, ആളുടെ പേഴ്സണൽ ലൈഫിൽ അഫക്റ്റ് ചെയ്ത കുറേ സാധനങ്ങളും ആളുടെ മെൻ്റൽ ഹെൽത്തും അതിനകത്ത് ശരിക്കും ട്രോമയാണ്. ട്രോമ കെയർ എന്ന് പറയുമ്പോൾ അതിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ആക്ച്വലി ട്രോമ എന്നാണ് ഇതിൽ കാണിച്ചു തരിക. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കണ്ടാൽ എണീറ്റ് സല്യൂട്ട് അടിച്ചു പോകും. ആ രീതിക്ക് അവസാനം കൊണ്ട് നിർത്തും. ഇതിപ്പോൾ നോർമൽ അവരുടെ ഷിഫ്റ്റ് ഒരു 7 to 5 അങ്ങനെ ഒരു 12 hours 8 hours ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ സീരീസിൻ്റെ ഈ ഒരു ഇവൻ്റ് നടക്കുന്ന ഈ ഒരു ദിവസം അവിടെ ഒരു വലിയ മാസീവ് ആയിട്ടുള്ളൊരു ഷൂട്ട് ഔട്ട് നടക്കും. സോ ത്രൂ ഔട്ട് ദി എൻഡ് ആ ഷൂട്ട് ഔട്ട് നടക്കുമ്പോൾ ആ ഒരു മാസ് കാഷ്വാലിറ്റി ഒരു 10 100 120 പേർക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ, അതും ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനിലുള്ള ഇപ്പം മരിക്കുന്നു പറഞ്ഞിരിക്കുന്ന ഷൂട്ട് ഔട്ട് നടന്നതാണ് അറിയില്ല. ആ സമയത്ത് ഈ മൊത്തത്തിൽ ഒരു കെയർ മൊത്തം മാറി. ഈ ട്രോമ കെയർ എന്നുള്ളത് മാറ്റി പക്കാ എമർജൻസി കെയർ ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. സോ ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ ഒരു വാർ സോണിൽ നിൽക്കുന്ന പോലെയൊക്കെ വർക്ക് ചെയ്യുന്നൊക്കെയാണ് നമുക്ക് അവസാനമൊക്കെ കാണിച്ചു തരിക. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഇന്ന എപ്പിസോഡ് നല്ലത്, ഇന്ന എപ്പിസോഡ് മോശമൊന്നുമില്ല. എല്ലാം ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഞാനീ പറഞ്ഞില്ലേ, ശരിക്കും നമ്മൾ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഇതിന് മേക്കേഴ്സ് അത്രത്തോളം പാടുപെട്ടിട്ടുണ്ട്. അതൊരു കണ്ടിന്യൂറ്റി വരേക്ക് എങ്ങനെയൊക്കെ എടുത്തു എന്ന് എനിക്ക് തന്നെ, ഇത് പുറത്തേക്ക് എവിടെയില്ല. ഈ സീരീസ് കംപ്ലീറ്റ്ലി ആ ഒരു വാർഡിനകത്ത് മാത്രമാണ്, ആ ഒരൊറ്റ ഫ്ലോറിൽ മാത്രമാണ് ത്രൂ ഔട്ട് ഈ ഒരു 15 മണിക്കൂറും 15 എപ്പിസോഡും വെച്ചിട്ടുള്ളത്. ഇന്ന് ആലോചിച്ച് നോക്കുക, പല സീരീസുകളും ഇപ്പോൾ നമുക്ക് ഔട്ട്ഡോറിൽ നടക്കുന്ന കുറേ സാധനങ്ങൾ നമുക്ക് കാണാറുണ്ട്. പല സീക്വൻസുകളിലും ഈ സീക്വൻസ് മാറാത്തത് കൊണ്ടും സീനുകൾ മാറാത്തത് കൊണ്ടും ചിലപ്പോൾ കോൺവെർസേഷൻ മാത്രം ആയതുകൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ബോറടിക്കും. ഇതിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇതിൽ ബോറടി എന്നൊരു പരിപാടിയില്ല. നമ്മൾ
ഈ നമ്മൾ സീരീസ് കാണുകയാണെന്നുള്ള ഒരു മാറിയിട്ട് നമ്മുടെ കോൺഷ്യസ് മാറിയിട്ട് നമ്മൾ ആക്ച്വലി ആ ഒരു ഹോസ്പിറ്റലിലായി പോകുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പ്ലേസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഈ 10, 300 സീരീസ് കണ്ടിട്ടും എനിക്ക് ബെയറിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിരുന്നു. പക്ഷേ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞത്, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ഇത്രയും കണ്ടതിൽ വെച്ച് എനിക്ക് ഇത്രയും എന്നെ എഫക്റ്റ് ചെയ്തൊരു സീരീസ് വേറെ ഇല്ല എന്ന് പറയാം. അത് ഇറ്റ്സ് എ മാജിക്. അതിൻ്റെ ക്രിയേറ്റേഴ്സ് ശരിക്കും ഡിസർവ് ചെയ്യുന്നുണ്ട്. ഈ അവാർഡല്ല, അതിനപ്പുറത്തേക്കാണ് അവർക്ക് കിട്ടേണ്ടിയിരുന്നത്. സോ ഇതിനുള്ള പ്രോപ്പർ റെക്കഗ്നിഷൻ ഇവിടെ കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അധികം ഇത് പോപ്പുലർ ആയിട്ടില്ല. ഇത് പോപ്പുലർ ആവണം, ഇതെല്ലാവരും കാണണം. നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഇന്ന ജോണറിലുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ആക്ഷൻ, അഡ്വഞ്ചർ, മറ്റേ ഫാൻറ്റസി അങ്ങനത്തെ സീരീസുകളൊക്കെ കാണുന്നത് അതൊക്കെ ഓക്കെ, അതൊക്കെ ഒരു സൈഡിലുണ്ട്. പക്ഷേ വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരെണ്ണം കണ്ടു നോക്കുക. ഇത് ഡെയിലി എന്തൊക്കെയാണ് നടക്കുന്നത്, ഇത് സംഭവം പറയുമ്പോൾ ഫിക്ഷനിലാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഓക്കെ, ഒറ്റടിക്ക് ചിലപ്പോൾ അറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ നടക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇത് നമുക്ക് തന്നെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള നേഴ്സേഴ്സിനും ഡോക്ടേഴ്സിനൊക്കെ തന്നെ ഒരു ട്രിബ്യൂട്ടാണ്. അവരുടെ ആ ഒരു വർക്കിനെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സല്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു മൊമെൻ്റ് കൂടിയാണത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് അവെയർ ആവും, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. എൻ്റെ ഇത് വെറുതെ കുറേ പേഷ്യൻ്റ് വരണം, കുറേ റാൻഡായിട്ട് വരണം, വെറുതെ അവരെ കൊണ്ട് ട്രീറ്റ് ചെയ്യണം, അങ്ങനെയല്ല ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഡോക്ടേഴ്സിലും കുറേ നല്ല ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഇവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സിന് ഓരോരുത്തർക്കും ഡിസ്റ്റിൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻറ്റേൺസ് ആയിട്ടുള്ളവരുണ്ടാവും, ഇപ്പോൾ വന്ന് ഫ്രഷറായിട്ട് ജോയിൻ ചെയ്തവരുണ്ടാവും, നേഴ്സസ് ഉണ്ടാവും. അവരുടെ ഇടയിൽ നടക്കുന്ന പൊളിറ്റിക്സും അവരുടെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ അടികളും അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു പേഷ്യൻസിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവർ പല പല രീതിയിലുള്ള പേഷ്യൻസ് വരുമ്പോൾ ഇവരെങ്ങനെയാണ് അതിനെ ഓരോരുത്തരെയും ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടി മുതൽ ഭയങ്കര വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ വരും. ഈവൻ ഡെത്തുകൾ കുറേ സംഭവിക്കും. അവരെ ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരുടെ ആ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ ഒരു ചെറിയൊരു സ്പോയിലറല്ല, ഇതൊരു സീരീസിലുള്ള ഒരു ഇവൻ്റാണ്, ഒരു സീനാണ്. ഇതിൻ്റെ ഫസ്റ്റ് സീൻ തുടങ്ങുന്ന സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഡേ ഷിഫ്റ്റ് തുടങ്ങുന്ന ഒരു സീക്വൻസ് ആയിരിക്കും നമുക്ക് കാണിച്ചു തരിക. ആ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്ത ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ തന്നെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നിന്നിട്ട് ഇപ്പം ചാടെന്ന് പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനാണ്. ആ രീതിയിലാണ് കൊണ്ട് നിർത്തി തുടങ്ങണത്. ഈ ഷിഫ്റ്റ് കഴിഞ്ഞ്, ഈ ഡേ ഷിഫ്റ്റ് ഫുള്ള് കഴിഞ്ഞ് ഈ 15 മണിക്കൂറും കഴിഞ്ഞിട്ട് ആ ഡോക്ടർ തന്നെ തിരിച്ചു വന്ന്, ഈ ചാടാൻ നിന്ന ഡോക്ടർ തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും ഈ ഡേ ഷിഫ്റ്റിൽ നിന്ന് ഡോക്ടറായിരിക്കും ആദ്യം ഇയാൾ നിന്ന പൊസിഷനിൽ നിൽക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കുക എന്തായിരിക്കും അവിടെ നടക്കുക എന്നുള്ളത്. അത്രയും ഗംഭീരമായിട്ടുള്ള കുറേ ക്യാരക്ടർ സ്റ്റഡിയും ക്യാരക്ടർ എക്സിക്യൂഷനും നല്ല ഗംഭീരമായിട്ടുള്ള ഫ്ലോയിലുള്ള റൈറ്റിങ്ങിലും മേക്കിങ്ങിലും എല്ലാത്തിലും എഡിറ്റിങ്ങിലും, ഇതൊക്കെ എഡിറ്റ് ചെയ്തവൻ്റെ തലേന്ന് ആലോചിച്ച് നോക്കണം. ഒരു സീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോയി എത്ര ഡയലോഗാണെന്ന് അറിയൂ. ഡയലോഗ് എന്ന് പറഞ്ഞാൽ ചറ പറ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരാൾ വന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ വാർ സോണിൽ നിൽക്കുന്ന പോലെ അത് കൊടുക്കണം, ഇത് കൊടുക്കണം, പൊട്ടാഷ്യം കയറ്റണം, അത് കയറ്റണം, ഇത് കയറ്റണം. ഇതിപ്പോൾ മെഡിക്കൽ ഫീൽഡിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇഷ്ടപ്പെടും, കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും ഇവരെന്തൊക്കെയാണ് പറയുന്നത്, ഈ ടേംസ് എന്തൊക്കെയാണെന്നുള്ളത്. എനിക്കിത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിറ്റ് എന്ന് പറഞ്ഞ സീരീസ്. അതുകൊണ്ട് തന്നെ ദി ബെസ്റ്റ് എന്ന് എനിക്ക് പറയാം. തീർച്ചയായിട്ടും കാണണം. ഈ വർഷത്തെ എന്നല്ല, ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ജോണറിലുള്ള സിനിമകളും സീരീസുകളും മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞല്ല, എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും കണ്ടുപോക്കുക. മസ്റ്റ് വാച്ച് ആയിട്ടാണ്, മിസ്സാക്കരുത്. ഇതൊക്കെ മിസ്സാക്കിയാൽ പോയി. സോ കണ്ടുപോക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഓരോ എപ്പിസോഡുകളാണ്, 15 എപ്പിസോഡുകൾ. ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഓൾറെഡി ഇപ്പോൾ റിന്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും കാണും. ഐ തിങ്ക് ഇത് എപ്പിസോഡ് വൈസ് ഓരോ ദിവസം ഓരോ വീക്ക് ഓരോ എപ്പിസോഡായിരുന്നു ഇറങ്ങിയെന്ന് തോന്നുന്നു. HBO സാധനമാണ്. HBO എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ളത്. സോ Disney+ ഹോട്ട്സ്റ്റാറിലാണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഐ തിങ്ക് January 9 അങ്ങനെ January സംതിങ് തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഞാനിത് ഇറങ്ങിയപ്പോൾ കണ്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ ഒറ്റയടിക്ക് ബിഞ്ച് വാച്ച് ചെയ്ത് കാണാം. നിങ്ങളൊരു ഡേ ഫുള്ള് ഇതിനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടു തീർക്കുക. അങ്ങനെ കാണാൻ തോന്നും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ തന്നെ. സോ കണ്ടുവെക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.